രേണു സുധി അതുപോലെ തന്നെ ഷഫീന ബീബിയും തമ്മിൽ കുറേ ദിവസങ്ങളായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഷഫീന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു ഉണ്ടെങ്കിൽ ഗൾഫിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, എന്തൊക്കെയോ കടത്തലും കാര്യങ്ങളുമാണ്, അതിന് കൂട്ടാണ് ഈ ഒരു രേണു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുവിനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടിയായിട്ട് രേണു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ എന്നെ എയർപോർട്ടിൽ പിടിച്ചു വച്ചേക്കുവാണ്, അവരെൻ്റെ ബാഗിൽ നിന്ന് കുറേയധികം ഡൈപ്പർ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ഷഫീനയ്ക്കെതിരെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് രേണു പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ കുറേയധികം പേര് ഞാനിങ്ങനെ കള്ളക്കടത്തിലൊക്കെ ഭാഗമായിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ കാര്യം അറിയാതെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വിടത്തൊന്നുമില്ലല്ലോ, അവരെന്നെ പിടിച്ചേനെ. അപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. വെറുതെ ആവശ്യമില്ലാതെ എനിക്കെതിരെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പറയേണ്ടവർ പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യവും കൂടിയാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.